നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഏവർക്കും മുരളി നല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മുരളി നല്ലനാട് എഴുതിയ പ്രേമപൂജ തുടരുന്നു. അവതരണം രാജീവ് വെഞ്ഞാറമൂട്. ആ രാത്രി പൂജയ്ക്കോ മായ ശ്രീനിവാസിനോ ഉറങ്ങാനായില്ല. അവർക്ക് നടുവിൽ ഉണ്ണിദത്തൻ സുഖകരമായി ഉറങ്ങി. ഇടയ്ക്ക് അവൻ ഉണരുകയോ അമ്മയെ വിളിച്ച് കരയുകയോ ചെയ്തില്ല. രാവിലെ 6 മണിയായപ്പോൾ പൂജ അവനെ വിളിച്ചുണർത്തി. അവൾ ഡ്രസ്സ് ചെയ്ത് മുന്നിൽ നിൽക്കുന്നത് ഉണ്ണിദത്തൻ കണ്ടു. ഞാൻ കുറച്ചുകൂടെ ഉറങ്ങട്ടെ പൂജാമ്മേ, അവൻ ചിണുങ്ങി. മോനെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് വേണ്ടേ പൂജാമ്മയ്ക്ക് പോകാൻ? എഴുന്നേറ്റേടാ, അവൾ എഴുന്നേൽപ്പിച്ചിരുത്തി. മായ ശ്രീനിവാസ് അവന് ചൂടാറ്റിയ ഒരു കപ്പ് ചായ കൊണ്ടുവന്ന് കൊടുത്തു. മോന് പൂജാമ്മ വാങ്ങിക്കൊണ്ടുവന്ന സമ്മാനങ്ങളൊക്കെ ഈ കവറിൽ വെച്ചിട്ടുണ്ട്. പൂജ വലിയൊരു കവർ ചൂണ്ടിക്കാണിച്ചു. അവന്റെ മുഖം വികസിച്ചു. ഞാനിത് കൊണ്ടുപോയിക്കോട്ടെ? പിന്നെന്താ, അതിനല്ലേ എല്ലാം കവറിലാക്കി വെച്ചത്. അവൻ ചായ കുടിച്ചു തീർന്നപ്പോ പൂജ കവർ എടുത്തു. അവനെയും കൂട്ടി താഴെ വന്നു. ബാഗുകൾ ഓനച്ചൻ കാറിൽ കയറ്റിയിരുന്നു. ഞാൻ വിളിക്കാം മമ്മി. പൂജ മായ ശ്രീനിവാസിന്റെ കയ്യിൽ പിടിച്ചു. അവർ തലചലിപ്പിച്ചു. ടാറ്റാ മമ്മി. കാറിൽ പൂജയ്ക്കൊപ്പം കയറുമ്പോൾ ഉണ്ണിദത്തൻ കൈവീശി. മോനിനി എന്നു വരും? മായ ശ്രീനിവാസ് ചോദിച്ചു. പൂജാമ്മ വരുമ്പോ വരാം. മായ ശ്രീനിവാസ് കാറിനടുത്തേക്ക് ചെന്നു. പൂജാമ്മ വിളിച്ച മോൻ കൂടെ പോവോ? സമ്മതമട്ടിൽ അവൻ തലയാട്ടി. പൂജ മമ്മിയെ നോക്കി മന്ദഹസിച്ചു. കാറിലിരിക്കുമ്പോൾ പൂജ അവനോട് ചോദിച്ചു, മോന്റെ അമ്മ വഴക്കു പറയില്ലേ? ആ, ചിലപ്പോ ദേഷ്യപ്പെടും. ഇനി പൂജാമ്മ വന്നാൽ മോൻ കൂടെ വരില്ലേ? അമ്മ വഴക്കിട്ടാലും ഞാൻ വരും. അവൾ അവന്റെ ശിരസിൽ തഴുകി. കാർ ആദിയുടെ ഗേറ്റിന് മുന്നിൽ ചെന്ന് നിന്നു. ഗേറ്റ് അടഞ്ഞു കിടക്കുകയാണ്. ഓനച്ചനൊന്ന് ഹോണടിച്ചേ. ഹോണിന്റെ ശബ്ദം കേട്ടപ്പോ ആദി പുറത്തേക്ക് വരുന്നത് പൂജ കണ്ടു. പൂജ ഡോർ തുറന്നിറങ്ങി. അവൾ ഉണ്ണിദത്തനെ പിടിച്ചിറക്കി. കവർ അവന്റെ കയ്യിൽ കൊടുത്തു. കനത്ത മുഖവുമായി ആദി വന്ന് ഗേറ്റ് തുറന്നു. ആദ്യം നേരിടാനാകാതെ ഉണ്ണിദത്തൻ മുഖം കുനിച്ചു നിന്നു. മോൻ ചെല്ല്, നിന്നെ ആരും വഴക്കു പറയില്ല. അതിനുള്ള അർഹത ഇവിടെ ആർക്കുമില്ല, മുനവച്ചു പറഞ്ഞിട്ട് പൂജ അവൻ അകത്തേക്ക് കടത്തിവിട്ടു. നിലത്ത് നോക്കി അകത്തേക്ക് നടക്കുമ്പോൾ അവൻ കവർ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. അവനെ തൽക്കാലത്തേക്ക് ഞാൻ തിരിച്ചെത്തിച്ചിട്ടുണ്ട്. ഇനി ഞാൻ വരുന്നത് കൂടെ കൊണ്ടുപോകാനാകും. അതിനുവേണ്ട ഒരുക്കങ്ങൾ ആദി ചെയ്തു വെക്കണം. ആദി അവളുടെ മുഖത്ത് നോക്കി പല്ലുകൾ ഞെരിച്ചു. കൊടും ശത്രുവിനെ പോലെ ആദി അവളെ നോക്കി നിന്നു. ഉണ്ണിദത്തൻ മുറ്റത്തെത്തിയതും അകത്തുനിന്ന് വിറച്ചുകൊണ്ട് ആത്മജ ഇറങ്ങി വന്നു. എവിടെ പോകുന്നതാ നീ? പൂജ കേൾക്കെ ഉറക്കെ ആത്മജ ഒച്ചയെടുത്തു. കാറിലേക്ക് കയറാൻ തുനിഞ്ഞ പൂജ അവിടെ നിന്നു. ഉണ്ണിദത്തൻ ഞെട്ടി മുഖമുയർത്തി. ആരാടാ നിനക്കിവിടെ ഉള്ളത്? ആത്മജ കയർത്തു. ജയശങ്കിനി മുത്തശ്ശി സിറ്റൗട്ടിലേക്ക് വന്നു. ആമി, നീയൊന്ന് അടങ്ങുന്നുണ്ടോ? ആത്മജ അത് അവഗണിച്ചു. ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നടാ? പറയടാ. ആത്മജ അവനെ പിടിച്ചുലച്ചു. അത് പൂജാമ്മയുടെ കൂടെ. നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ ആദ്യം വന്നതല്ലേ? എന്നിട്ട് നീ വന്നോ? എന്നാ പിന്നെ നിനക്ക് അവിടെ തന്നെ താമസിക്കാമായിരുന്നില്ലേ? പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നത്? അവൻ മുഖം കുമ്പിട്ട് നിന്നു. നെഞ്ചിൽ അടുക്കി പിടിച്ച കവർ ആത്മജ കണ്ടു. എന്താടാ അത്? അവൻ പിടി ഒന്നുകൂടി മുറുക്കി. ആത്മജ അതിൽ പിടിക്കാൻ തുനിഞ്ഞതും അവൻ പിന്നോട്ട് മാറി. അമ്മ തുടരുത്, പൂജാമ്മ എനിക്ക് തന്നതാ. ഗേറ്റിന് മുന്നിൽ പൂജ നിൽക്കുന്നത് കൂടി കണ്ടപ്പോ ആത്മജയുടെ നിയന്ത്രണം വിട്ടു. ഇത് മോഹിച്ചല്ലേടാ നിനക്ക് അമ്മയെ കൂടി വേണ്ടാതായത്? നിനക്ക് പെറ്റമ്മയേക്കാൾ വലുത് കളിപ്പാട്ടമാണല്ലോ. ആത്മജ ചെന്ന് കവറിൽ പിടിച്ചു. ആമി, അവനെ വിടാനാ പറഞ്ഞത്, ജയശങ്കിനി മുത്തശ്ശി വിളിച്ചു പറഞ്ഞു. ആത്മജ അവനിൽ നിന്ന് കവർ പിടിച്ചെടുത്തു. ഈ അമ്മ ചീത്തയാ. ഉണ്ണിദത്തൻ സങ്കടം കൊണ്ട് കരഞ്ഞു. അവന്റെ വാക്കുകൾ ആത്മജയ്ക്ക് സഹിക്കാനായില്ല. അവൾ കവർ മുറ്റത്തെറിഞ്ഞു. ഉണ്ണിദത്തൻ പൊട്ടിക്കരഞ്ഞു. ഇത് വച്ചാണ് നീ എനിക്ക് വിലയിട്ടത് അല്ലേടാ? ആത്മജ അവന്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു. കേറി വാടാ, നിന്നെ ഞാനിന്ന് അനുസരണ പഠിപ്പിക്കുന്നുണ്ട്, നന്ദി കെട്ടവനെ. അവൻ പിന്നോട്ട് വലിഞ്ഞ് കവറിൽ നിന്ന് ചിതറിയ CD യിലും പുസ്തകങ്ങളിലും നോക്കി
അലമുറയിട്ടു. അമ്മ ചീത്തയാ, എനിക്ക് അമ്മയെ ഇഷ്ടമല്ല, വിടന്നെ. എടീ, കുഞ്ഞിനെ വിടാൻ ജയശങ്കിനി മുത്തശ്ശി കയർത്തു. മുത്തശ്ശി ഇതിൽ ഇടപെടണ്ട. ഇവനെ ഇപ്പോഴേ അനുസരണ പഠിപ്പിച്ചില്ലെങ്കിൽ നാളെ ഇവനെ ഓർത്ത് നമ്മൾ കരയേണ്ടി വരും. പൂജാമ്മേ, മുഖം തിരിച്ച് അവൻ വിളിച്ചു. ആ വിളി പൂജ കേട്ടു. അവന്റെ ഒരു പൂജാമ്മ! ആത്മജ പരിഹസിച്ചു. കാഴ്ചക്കാരനെ പോലെ നിൽക്കാനേ ആദിക്ക് കഴിഞ്ഞുള്ളൂ. ആത്മജ അവനെ വലിച്ചിഴച്ച് അകത്തേക്ക് കൊണ്ടുപോയി. ഉണ്ണിദത്തന്റെ കരച്ചിൽ പുറത്തു കേട്ടു. സ്വന്തം കുട്ടിയെ തല്ലിയാൽ പോലും കേസാവുന്ന കാലമാണ്. വളർത്ത മകനോട് അധികം ഷോ വേണ്ടെന്ന് പെങ്ങളോടൊന്ന് ഉപദേശിച്ചേക്ക്. DCPക്ക് അത് നല്ലതാണ്. പരിഹാസത്തോടെ പൂജ പറഞ്ഞു. ആദ്യം തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോ അവൾ തുടർന്നു. ഉണ്ണി എന്റെയും ഷാനുവിന്റെയും കുഞ്ഞാണെന്നതിന് തെളിവ് വേണ്ടേ? ആദ്യ തിരിഞ്ഞു. പുച്ഛരസത്തിലൊരു ചിരി അവളുടെ ചുണ്ടിൽ തെളിഞ്ഞു. ഒരു CD പൂജ അവന്റെ നേരെ നീട്ടി. ഇതൊന്ന് പ്ലേ ചെയ്ത് കേട്ടു നോക്ക്. ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാതെ ബുദ്ധിപൂർവം പെരുമാറുന്നതാണ് എല്ലാവർക്കും നല്ലത്. CD ആദിക്ക് കൊടുത്തിട്ട് പൂജ കാറിൽ ചെന്ന് കയറി. അപ്പോഴാണ് ഡ്രൈവിംഗ് സീറ്റിൽ ഓനച്ചനെ ആദി കണ്ടത്. ഒരു വിളറിയ ചിരി ഓനച്ചനിലുണ്ടായി. വണ്ടി വിട ഓനച്ച. ഓനച്ചൻ വണ്ടി മുന്നോട്ടെടുത്തു. CD-യുമായി ആദി വീട്ടിലേക്ക് വന്നു. അകത്തുനിന്ന് ഉണ്ണിദത്തന്റെ കരച്ചിലും ആത്മജയുടെ ഒച്ചയും കേൾക്കാം. മുത്തശ്ശി തടയിടുന്നുണ്ട്. ആദി മുകളിലെ മുറിയിൽ വന്നു. DVD പ്ലെയറിലേക്ക് അവൻ CD ഇട്ടു. ഉത്കണ്ഠയോടെ ആദി കാതു കൂർപ്പിച്ചിരുന്നു. എന്താ എന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടത്? ആദ്യം കേട്ട ശബ്ദം തൻ്റേതാണെന്ന് ആദി തിരിച്ചറിഞ്ഞു. എന്റെ കുഞ്ഞിനു വേണ്ടി ആദിയും മോഹിച്ചു അല്ലേ? അത് പൂജയുടെ സ്വരമായിരുന്നു. എവിടെ വച്ചാണ് ഈ സംസാരമെന്ന് ആദിക്ക് മനസ്സിലായില്ല. സംഭാഷണം മുന്നോട്ട് പോകുമ്പോൾ നടുക്കത്തോടെ സ്ഥലവും സന്ദർഭവും അവന് വ്യക്തമായി. ഇന്ദുലേഖാന്റിയുടെ ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് ശേഷം താനും പൂജയും രണ്ടാമത് കണ്ട നിമിഷം. കുഞ്ഞിനെ ആമിച്ചേച്ചിക്ക് കൊടുക്കണമെന്ന അഭ്യർത്ഥനയുമായി തന്നെയും കൂട്ടി ആദ്യം ഇന്ദുലേഖാന്റി അവളെ സമീപിച്ചിരുന്നു. തന്റെയും പൂജയുടെയും വാക്കുകൾ ആദിയുടെ കാതുകളിൽ വീണുകൊണ്ടിരുന്നു. പോകരുത്, ഞാൻ എൻ്റെ കുഞ്ഞിനെ ആമിച്ചേച്ചിക്ക് കൊടുക്കാമാതി. പൂജയുടെ പൊട്ടിക്കരച്ചിൽ കേട്ടു. പൂർണ്ണ മനസ്സോടെയാ ഞാനിത് പറയുന്നത്. എൻ്റെ മകൻ ദത്തേട്ടന്റെ മകനായി വളർന്നോട്ടെ. ആമിച്ചേച്ചിക്ക് ഇവൻ ജീവിക്കാനുള്ള പ്രതീക്ഷയായിക്കോട്ടെ. ആദി ധരിച്ചിരുന്നു. ആമിച്ചേച്ചിയുടെ കൂടെ ആകുമ്പോൾ അവൻ ആരെയും ഭയപ്പെടണ്ട. കരുത്തനായ ഒരു അച്ഛന് പിറന്ന മകനായി വളരുമല്ലോ അവൻ. ഒരിക്കലും തിരുത്താനാകാത്ത തീരുമാനമായിരിക്കും നീ എടുക്കാൻ പോകുന്നത്. കുഞ്ഞിന്റെ കാര്യത്തിൽ പിന്നീട് ഒരു അവകാശം ഉന്നയിക്കാൻ നിനക്ക് കഴിയില്ല. ഹോസ്പിറ്റലിലെ റെക്കോർഡുകളിൽ നിന്റെ കുഞ്ഞ് മരിച്ചുപോയെന്നാകും രേഖപ്പെടുത്തുക. നിയമത്തിന്റെ പിൻബലം നിനക്കുണ്ടാകില്ല. ഒരു DNA ടെസ്റ്റിലൂടെ പോലും നിനക്ക് നിന്റെ കുഞ്ഞിന്റെ പിതൃത്വം തെളിയിക്കാനാകില്ല. കുഞ്ഞിനെ തിരികെ വേണമെന്നൊരു മോഹമുണ്ടായാൽ നീ തോറ്റുപോകും. തന്റെ വാക്കുകൾ ആദി കേട്ടു. ഇതെല്ലാം ഇന്ദുലേഖാന്റി പറഞ്ഞതല്ലേ? പിന്നെ കേട്ടത് പൂജ ഡോക്ടർ ക്ഷണിക്കുന്നതാണ്. വരൂ ഡോക്ടർ, എനിക്ക് സമ്മതം. ആമിച്ചേച്ചി എന്റെ കുഞ്ഞിനെ വളർത്തിക്കോട്ടെ. അടുത്തത് ഡോക്ടർ ഇന്ദുലേഖയുടെ സ്വരമായിരുന്നു. നിന്റെ വലിയ മനസ്സിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല മോളെ. നിനക്കൊന്നും നഷ്ടമായിട്ടില്ല. നല്ലൊരു ജീവിതം നിന്റെ മുന്നിലുണ്ട്. ആമി ആ പാവം ജീവിച്ചോട്ടെ. ഇവനെ ഈ മുറിയിൽ നിന്ന് കൊണ്ടുപോയാൽ മോൾക്ക് എന്നേക്കുമായി ഇവനെ നഷ്ടപ്പെടുകയാണ്. ഡോക്ടർ കൊണ്ടുപോയിക്കൊള്ളൂ. അവനെ ഞാൻ ഒന്ന് ചുംബിച്ചോട്ടെ ഡോക്ടർ. പൊട്ടിക്കരച്ചിലിനൊപ്പം പൂജയുടെ സ്വരം കേട്ടു. എന്നോട് പൊറുക്കു മോനെ. ആമിയുടെ കുഞ്ഞായിട്ട് ഞാൻ ഇവനെ ആമിയുടെ ബന്ധുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പോവുകയാണ്. തടസ്സമുണ്ടെങ്കിൽ പറയാം. ഞാൻ ഈ മുറിവിട്ടാൽ പിന്നെ മറ്റൊരാളായി മാറും. പൂജയുടെ പൊട്ടിക്കരച്ചിൽ കേട്ടു. ശരി, ആമിയുടെ കുഞ്ഞ് മരിച്ചുപോയെന്ന് ആരും അറിഞ്ഞിട്ടില്ല. ഇനി ഇവനാണ് ആമി പ്രസവിച്ച കുഞ്ഞ്. പ്രസവത്തിൽ പൂജയുടെ കുഞ്ഞ് മരിച്ചുപോയെന്ന് ഞാൻ എഴുതി ചേർക്കും. മോൾ അങ്ങനെ വിശ്വസിക്കേ. പൂജയുടെ കരച്ചിലിനിടയിൽ സംഭാഷണം നിലച്ചു. ഇടിവെട്ടേറ്റ പോലെ ആദി ഏറെ നേരം ഇരുന്നു പോയി. സെൽ റിംഗ് ചെയ്തപ്പോൾ ആദി നടുക്കത്തിൽ നിന്നുണർന്നു. ഡിസ്പ്ലേയിൽ തെളിഞ്ഞത് പൂജ എന്നായിരുന്നു. റിംഗ് ചെയ്ത് കുറെ കഴിഞ്ഞാണ്
ആദിക്ക് കോൾ അറ്റൻഡ് ചെയ്യാനായത്. ആദി അത് കേട്ട് കാണുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അവളുടെ വാക്കുകൾ കാതിൽ വീണു. അവൻ ശബ്ദിച്ചില്ല. ആദിയുടെ മൊബൈൽ ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്തതാണ് ഇപ്പൊ കേട്ടത്. ഡോക്ടർ ഇന്ദുലേഖ കുഞ്ഞിനെ ആവശ്യപ്പെട്ട് എൻ്റെ അടുത്ത് വരുമ്പോ ഞാൻ ആദിയുടെ ഫോൺ വാങ്ങിയത് ഓർമ്മയുണ്ടാവുമല്ലോ. അവനത് ഓർമ്മ വന്നു. മമ്മിയെ വിളിക്കാനെന്ന് പറഞ്ഞ് അവൾ തൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിരുന്നു. വളരെ നാളുകൾ കഴിഞ്ഞാണ് അവൾ ഫോൺ തിരിച്ചു തന്നത്. എനിക്ക് അങ്ങനൊരു മുൻകരുതൽ എടുക്കേണ്ടി വന്നു. അന്നത് സാധിച്ചത് കൊണ്ട് മാത്രമാണ് എൻ്റെ കുഞ്ഞിനെ ആമിക്ക് തരാൻ ഞാൻ ധൈര്യം കാണിച്ചത്. ആദി ജീവച്ഛവം കണക്കായിരുന്നു. ഇനി ആദി പറ, ഇതിൽ കൂടുതലായി എന്ത് തെളിവാണ് എൻ്റെ കുഞ്ഞിനെ വിട്ടുകിട്ടാനായി ഞാൻ ഹാജരാക്കേണ്ടത്? ആദിയുടെ ഇരു കണ്ണുകളും നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. അവൾ കോൾ കട്ട് ചെയ്തു. എല്ലാം കേട്ടിരുന്ന് ഡ്രൈവ് ചെയ്യുന്ന ഓനച്ചനോട് പൂജ പറഞ്ഞു, അന്ന് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. ഉണ്ണിയെ ഞാൻ വിളിച്ചാൽ എന്റെ ഒപ്പം അവൻ വരുമെന്ന് ഓനച്ചന് മനസ്സിലായില്ലേ? പിന്തിരിഞ്ഞ് അവൻ എന്നെ വിളിച്ചത് കണ്ടില്ലേ? ഓനച്ചൻ തലയാട്ടി. അവർക്ക് വഴങ്ങാതിരിക്കാനാവില്ല. ഉണ്ണി വളർന്നു വരുന്ന കുട്ടിയാ. കാര്യങ്ങൾ അവൻ തിരിച്ചറിയുമ്പോൾ അവരുടെ വരുതിയിൽ നിൽക്കില്ല. മരണാനന്തരം ഉമാദത്തൻ നേടിയെടുത്ത പ്രശസ്തിയും ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയും. ആദിയെ സംബന്ധിച്ച് സഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ലത്. ഉമാദത്തന്റെ മരണത്തെക്കുറിച്ച് ഞാൻ ഓനച്ചനോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, ഞാൻ വാഗമണിലുണ്ടെന്ന് ആരോ കൊടുത്ത സൂചന പ്രകാരം അയാൾ അവിടേക്ക് പോയിരുന്നു. ആ സമയം ഞാൻ ആദിയുടെ വീട്ടിലായിരുന്നു. നിരാശനായി ഉമാദത്തൻ വാഗമണിൽ നിന്നും മടങ്ങുന്ന വഴിക്കാണ് അയാൾ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നത്. ഉമാദത്തന്റെ മരണം മറ്റൊരു രീതിയിൽ ആദി അവതരിപ്പിച്ചു. വാഗമണിൽ നിന്ന് എന്നെ കണ്ടെത്തി ശരവണന് കൈമാറിയിട്ട് അന്ന് രാത്രി ഉമാദത്തൻ തനിച്ചു മടങ്ങിയതാണെന്ന് അവൻ പ്രചരിപ്പിച്ചു. ആദിക്ക് വേണ്ടി ഞാനും അത് ഏറ്റുപറഞ്ഞു. ഞാൻ ആദിയുടെ വീട്ടിലായിരുന്നെന്ന് പുറത്തു പറയാൻ പറ്റില്ലല്ലോ. ഉമാദത്തനെ ഡിപ്പാർട്ട്മെന്റ് ആദരിച്ചു. സത്യത്തിൽ ഉമാദത്തൻ എന്നെ നേരിട്ട് കണ്ടിട്ട് കൂടിയില്ല. ഞാൻ അയാളെ ഒളിഞ്ഞിരുന്നും വേഷം മാറിയും കണ്ടിട്ടുണ്ട്. ഉമാദത്തന്റെ മരണത്തിന് ആദി കൊടുത്ത പരിവേഷമാണ് അഴിഞ്ഞു വീഴാൻ പോകുന്നത്. ഓനച്ചൻ റോഡരികിലേക്ക് കാർ നിർത്തി. എന്താ? ഓനച്ചൻ പൂജയെ നോക്കി. ആ മുഖം വിളറി വെളുത്തിരുന്നു. ഭയന്നതുപോലെ പൂജയ്ക്ക് തോന്നി. ഇന്ന് ആദിയെ കണ്ടപ്പോ എന്റെ നെഞ്ച് വിങ്ങി പൊട്ടിപ്പോയതാ. ഇത്രയും കാലം എന്റെ നെഞ്ചിനുള്ളിൽ ഞാനൊരു രഹസ്യം കൊണ്ടു നടന്നു. ഉമാദത്തൻ സാറിന്റെ മരണം കൊലപാതകമാണ് മോളെ. കരുതിക്കൂട്ടി ചെയ്ത കൊലപാതകം. ഓനച്ചന്റെ തടിച്ച ചുണ്ടുകൾ വിറയ്ക്കുന്നത് നടുക്കത്തോടെ പൂജ കണ്ടു. ഓനച്ചൻ എന്താ പറയുന്നത്? സത്യം. കൊന്നത് അവരെല്ലാം കൂടി. ആരൊക്കെ? ലൂയിസ് മുതലാളിയും നമ്പിടിയും ചേർന്ന്. പൂജയുടെ പെരുവിരലിൽ നിന്നൊരു വിറ ദേഹത്തേക്ക് പാഞ്ഞു കയറി. മോള് ജില്ലാ കളക്ടറുടെ മകളാന്ന് ലൂയിസ് മുതലാളി അറിയുന്നത് ഉമാദത്തൻ സാറിൽ നിന്നാണ്. കേസിൽപ്പെടുത്തുമെന്ന് ഉമാദത്തൻ സാറ് മുതലാളിയെ ഭീഷണിപ്പെടുത്തി. അല്ലെങ്കിൽ ഒളിവിലുള്ള പൂജയെ കണ്ടുപിടിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ഉമാദത്തൻ സാറിനെയും കൂടെയുള്ള ആളെയും വാഗമണിൽ വിളിച്ചു വരുത്തി കൊന്നുകളയാൻ ലൂയിസ് മുതലാളിയും നമ്പിടിയും സാബുവും ചേർന്ന് തീരുമാനമെടുത്തു. എല്ലാം ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ മോളെ. ആദിയുടെയും മോളുടെയും ഫോണിലേക്ക് ഞാൻ മാറി മാറി വിളിച്ചു. ഒരു പ്രയോജനവും ഉണ്ടായില്ല. രണ്ടുപേരുടെയും ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നു. പൂജയുടെ ഉടൽ വിറച്ചുകൊണ്ടിരുന്നു. വാഗമണിൽ ഒരു ലയത്തിൽ മോളും ക്ലാരമ്മയും ഒളിച്ചു താമസിക്കുന്നുണ്ടെന്ന് കള്ളം പറഞ്ഞ് മുതലാളി ഉമാദത്തൻ സാറിനെ ഒരു രാത്രി വിളിച്ചു വരുത്തി. പാണ്ടി ലോറി കൊണ്ടിടിച്ച് കൊക്കയിൽ മറിച്ചിട്ട് കൊല്ലുകയായിരുന്നു. അതൊരു അപകടമായി എല്ലാവരും വിശ്വസിച്ചു. ഒരന്വേഷണവും ഉണ്ടായില്ല. എസിക്കുള്ളിൽ ഇരുന്നിട്ടും പൂജയുടെ ഉൾച്ചൂട് സഹിക്കാനായില്ല. അവൾ വിയർത്തുകൊണ്ടിരുന്നു. എഫിഷ്യന്റായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നിഷ്കരണം കൊന്നു തള്ളിയിട്ട് ജനസേവകനായ അയാൾ നാടുവാഴുകയാണ്. അവൾ അമർഷം കൊണ്ടു. എല്ലാം ആദിയോട് പറയണം. ഉമാദത്തൻ സാറിന്റെ ചോരയ്ക്കുള്ള കണക്ക് ആദി തീർത്തോളും. എവിടെ സാക്ഷി പറയാൻ ഇനി ഓനച്ചൻ വരാം. പക്ഷേ അവരോട് മത്സരിക്കാൻ മോള് പോകണ്ട. മോളൊരു പെൺകുട്ടിയാ. പകവീട്ടൽ ആണുങ്ങൾ തമ്മിലായിക്കൊള്ളട്ടെ. തൽക്കാലം ഈ വിവരം ആദ്യം അറിയാതിരിക്കുന്നതാണ് നല്ലത്. ഓനച്ചൻ വണ്ടിയെടുക്ക്. മനസ്സിലിരുന്നൊരു ഭാരം ഇറക്കി വെച്ച ആശ്വാസത്തോടെ ഓനച്ചൻ വണ്ടിയെടുത്തു.
ഒരു തെളിവും കൂടാതെയാ മുതലാളി അത് ചെയ്തത്. വർഷവും കുറെ കടന്നുപോയി. മുതലാളിയെ ഒന്ന് തൊടാൻ പോലും കഴിയാത്തത്ര ഉയരത്തില. എടുത്തു ചാടി മോളൊന്നും ചെയ്യരുത്, ഓനച്ചൻ ഭീതിയോടെ വീണ്ടും ഓർമ്മപ്പെടുത്തി. അയാൾക്കുള്ള പൊളിറ്റിക്കൽ പദവി എനിക്കറിയാം ഓനച്ച. ഉണ്ണിയെ വിട്ടുതരില്ലെന്ന് കടുത്ത നിലപാടിൽ ആദിയും വീട്ടുകാരും ഉറച്ചു നിൽക്കുമ്പോൾ ഈ പുതിയ അറിവ് ഒരായുധമായി തനിക്ക് പ്രയോഗിക്കാനാകും. മറ്റൊരാളിന്റെ കുഞ്ഞിൽ അവകാശം ഉന്നയിക്കുകയാണോ അതോ ഉമാദത്തിന്റെ ചോരയ്ക്ക് പകരം തീർക്കുകയാണോ വേണ്ടതെന്ന് ആദിക്ക് തീരുമാനിക്കാം. കുഞ്ഞിനോടുള്ള വാത്സല്യമല്ല, ഭർത്താവിന്റെ ഘാതകരോടുള്ള പകയാവും ആമിയുടെ മനസ്സിലുമുണ്ടാവുക. വീണ് കിട്ടിയിരിക്കുന്നത് നല്ലൊരവസരമാണെന്ന് പൂജ ഓർത്തു. പ്രിയപ്പെട്ടവരെ, ആകാംക്ഷഭരിതമായ പ്രേമപൂജ അടുത്ത ലക്കത്തിൽ തുടരും. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക. മുരളി നെല്ലനാട് നോവൽസിന് വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്.